ശ്രീ അമീൻ ഹസൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും കാതലായ വിമർശനം ഇഡിക്കെതിരെ ഉണ്ടാകുന്നത് ഈ വാർത്താക്കുറിപ്പ് സംബന്ധിച്ചാണ്. ധാരാളം വ്യാഖ്യാനങ്ങൾക്കും സംശയങ്ങൾക്കും ആ തരത്തിൽ വ്യാഖ്യാനിച്ച് സംശയം ഉണ്ടാകണം എന്നാവശ്യമുള്ളവർക്കും ഇട നൽകുന്ന ഒരു വാർത്താക്കുറിപ്പ് എന്നതായിരുന്നു. ഇപ്പൊ ഹവാല ഇടപാടിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഏത് ഡോക്യുമെന്റിൽ നിന്നാണ്, അതായത് ഈ മുൻപ് വീണ വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണോ അതോ ഈ 9 ഇടങ്ങളിൽ കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്നാണോ ഇത് സംബന്ധിച്ച രേഖകൾ കിട്ടുന്നത് എന്ന് പറയുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളും ഈ പറയുന്നത് പോലെ വാർത്ത കൊടുക്കുമ്പോൾ വീണ വിജയന്റെ മുഖം വെച്ചുകൊണ്ടാണ് ഹവാല ഇടപാട് എന്നൊരൊറ്റ വരി തലക്കെട്ട് കൊടുത്തുകൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ സ്കോപ്പ് കൊടുക്കുന്ന തരത്തിൽ സംശയങ്ങൾ ചുരുളഴിക്കാൻ കഴിയുന്ന തരത്തിൽ വാർത്താക്കുറിപ്പിറക്കുന്നു ഇഡി എന്ന വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത്. പിണറായി വിജയൻ ആ വിമർശനം ഉന്നയിച്ച് പിറ്റേ ദിവസം മാധ്യമങ്ങളോട് ഇഡി അതിന് മറുപടി പറയുകയാണ്. ഇപ്പൊ നോക്കൂ, പ്രതിപക്ഷ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പ്രതികരിക്കാം. ഇഡി അങ്ങനെയല്ലല്ലോ, അത് ഡിസിപ്ലിനായി പെരുമാറണം എന്ന നമ്മളൊക്കെ കരുതുന്ന ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. പോലീസുകാരിങ്ങനെ വായിക്കുക വാർത്താ സമ്മേളനം വിളിക്കാൻ നിന്നാൽ നമ്മൾ ചോദിക്കും, പോലീസ് എന്തിനാണ്, അച്ചടക്കമുള്ള ഒരു സംവിധാനമല്ലേ അങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ചോദിക്കും. സമാനമായി ഒരു ദേശീയ അന്വേഷണ ഏജൻസി ഇങ്ങനെ നിന്ന നിൽപ്പിൽ പ്രതികരണങ്ങൾ നടത്തുകയും രാഷ്ട്രീയമായി മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങെങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും മധു, ഞാൻ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും വാലിഡായ ഒരു ചോദ്യം ഇഡിയോട് ഒരു മാധ്യമ പ്രവർത്തക ഉയർത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വലിയ സന്തോഷം തോന്നുന്നു ആ കാര്യത്തിൽ. നോക്കൂ, ഞാൻ VR അനൂപ് പറഞ്ഞെടുത്തു നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലാരിറ്റി ഉള്ള ഒരു പൊസിഷനാണ് പറഞ്ഞത്. ഇഡിയോടും വീണയുടെയും വക്കാലത്ത് എടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ വീണയോട് എമ്പതൈസ് ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമാണിത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ കാരണം, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അതിൻ്റെ കാരണം, ഒന്ന്, ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞാൻ നിരപരാധിയാണ് എന്ന് പറയാനുള്ള അവരുടെ ഭരണഘടനാവകാശം, കേവല നിയമപരമായ അവകാശമല്ല, അവർക്ക് ഭരണഘടനാ അവകാശമുണ്ട്. 2, അവർക്ക് ആ വിചാരണ പൂർത്തിയാകുന്നത് വരെയും റൈറ്റ് ടു റിമൈൻ സൈലന്റ്, മൗനം പാലിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ. ഞാനത് വിശദീകരിക്കാനുള്ള കാരണം, നമ്മളിപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ 182 കോടി 182 കോടി രൂപയുടെ ഈ ഫേക്ക് ട്രാൻസാക്ഷൻസ് എന്ന് ഇഡി പറയുന്ന ഈ ഇടപാടുകൾ മുഴുവൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുക. എങ്കിൽ പോലും ഇഡിക്ക് ആ കേസ് അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം നിയമപരമായി ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ വാദം. അതിൻ്റെ കാരണം നമുക്കറിയാം, അത് വിജിലൻസ് അന്വേഷണമാണെങ്കിൽ ഞാൻ ഈ തർക്കം ഉന്നയിക്കുകയില്ല. എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഉണ്ടാവുന്നില്ല എന്നുള്ളത് മറ്റൊരു തമാശയാണ്. പക്ഷേ വിജിലൻസ് അന്വേഷണമാണെങ്കിൽ ഞാൻ ഈ തർക്കം ഉന്നയിക്കുകയില്ല. ഈ കാര്യത്തിലാണ് നമ്മൾ വളരെ കൃത്യമായ ഒരു ആലോചന നടത്തേണ്ടത്. ഇഡി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആയുധമായി കഴിഞ്ഞ ഒരു അമിതാധികാര പ്രവണതയുള്ള ഒരു ഏജൻസി രാജ്യമാകെ വിചിത്രമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ജനങ്ങൾ സമ്മാനിക്കുന്നതിനേക്കാൾ കൂടുതൽ MLA-മാരെ സംഘപരിവാറിന് സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി ഇവിടെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവരൊരു പത്രക്കുറിപ്പ് ഇറക്കുകയാണ്. അതാണ് മാധു ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. 182 കോടി രൂപയുടെ ഫേക്ക് ട്രാൻസാക്ഷൻസ് സംബന്ധിച്ച വിവരം, അതാണ് ആദ്യത്തെ ഭാഗം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 2.72 കോടി റിട്രാക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് 85 ലക്ഷം രൂപയുടെ ഒരു ഹവാല ഇടപാടുണ്ടെന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, ഈ 2.78 കോടിയും 85 ലക്ഷം രൂപയുടെ ഹവാല സംബന്ധിച്ച വിവരവും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത് എന്ന ഒരു വിവരവുമില്ല. ഫെമ വയലേഷൻ ഉണ്ടായാലും എന്താ, ഇഡിക്ക് എന്താ കാര്യം? ഫെമ വയലേഷൻ ഇഡിക്ക് അന്വേഷിക്കാം. എങ്ങനെയാണെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടാവണം, പ്രൈമ ഫേസിയ മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടാവും, ഒന്നുമില്ല. അല്ലെങ്കിൽ ഫെമ വയലേഷൻ ഉണ്ടായാലും എന്താ സംഭവിക്കുക? ഫൈൻ അടക്കുകയാണ് വേണ്ടത് നിയമപരമായി. അപ്പോ അതൊന്നും പരിശോധിക്കാതെ ബന്ധപ്പെട്ട് വന്നല്ലേ അങ്ങ് പറയുന്നു 182 കോടിയുടെയും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്ന്. സർ, CMRL ഈ കാര്യം ഉന്നയിച്ച് കോടതിയിൽ പോയല്ലോ, സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും പോയല്ലോ. പക്ഷേ അവിടെ ഇഡിക്ക് അനുകൂലമായ, ഇഡിക്ക് അന്വേഷണം നടത്തുന്നതിന് വിഘാതമായ സാഹചര്യങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അനുമതി കിട്ടുകയല്ലേ ചെയ്തത്. ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല എന്നൊരൊറ്റ കാര്യം മാത്രമായിരുന്നില്ലേ പറഞ്ഞത്? അതെ മാധു, അതാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് ഭരണഘടനാ മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞത്. ഏതെങ്കിലും കോടതിയുടെ വിധിയെക്കുറിച്ചല്ല. ഈ രാജ്യത്ത് ഇത്തരം UAPA നിയമമാണെങ്കിലും ഈ PMLA നിയമമാണെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക്, ഇഡിക്കും NIA-ക്കും ഒക്കെ തന്നെ
ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ കോടതികൾ ആദ്യമായി സ്വീകരിക്കുകയല്ല. ED ഒരു സമൻസ് അയച്ചു കഴിഞ്ഞാൽ അതിന് പ്രൈമാ ഫേസിയ അടിസ്ഥാനമില്ലെങ്കിൽ പോലും ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജാമ്യം അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, പ്രിലിമിനറി എൻക്വയറി നടക്കുന്ന സാഹചര്യത്തിലോ ECIRന്റെ സാഹചര്യത്തിലോ ഒന്നും തന്നെ കോടതികൾ ഇടപെടാൻ പാടില്ല. ഇപ്പോൾ ഇതാ കോടതി പറയുന്നത്, ഇതുവരെ ഉണ്ടായിരുന്ന ED തന്നെ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടാവണം, FIR ഉണ്ടാവണമെന്നാണ്. FIR ഇല്ലാതെ അന്വേഷിക്കാമെന്ന് വന്നിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ വിധിയുടെ. കോടതി പറഞ്ഞിരിക്കുന്നു എന്ന സാങ്കേതിക വാദത്തിനപ്പുറത്ത് ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഞാനത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. എന്തായിരുന്നു P. ചിദംബരത്തിനെതിരായ ആരോപണം? P. ചിദംബരത്തിനെതിരായ ആരോപണം എന്ന് പറയുന്നത് INX മീഡിയ എന്ന് പറയുന്ന മീഡിയ കേസാണത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തി ചിദംബരവും ചേർന്ന്, ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കില്ല, ഞാനൊരു കേസ് സ്റ്റഡി എന്നുള്ള നിലക്ക് പറയാം. അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കെ ചില ക്ലിയറൻസുകൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് ചില ക്ലിയറൻസുകൾ നൽകുകയും കോടിക്കണക്കിന് രൂപ ക്വിഡ് പ്രോക്കോ ആയി വാങ്ങുകയും ചെയ്തു എന്നാണ് ആ കേസ്. അതിൻ്റെ വസ്തുതകൾ, അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചാൽ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ക്ലൗഡ് സൃഷ്ടിക്കാൻ അതിന് കഴിയും. മാസങ്ങൾ ജയിലിൽ കിടന്നതിന് ശേഷം P. ചിദംബരം ആരാണ്? ഈ PMLAയും UAPAയും ഒക്കെ ചുട്ടെടുക്കുന്നതിന് നേതൃത്വം നൽകിയ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം നടത്തുന്ന കൺഫെഷനുണ്ട്. എന്ത് കാര്യത്തിനാണ് PMLA എന്ന് പറയുന്ന നിയമം ഇന്ത്യ രാജ്യത്ത് ശക്തിപ്പെടുത്തിയത്? എന്ത് കാര്യത്തിനാണ് ആ നിയമം സൃഷ്ടിച്ചത്? എന്താണ് അതിൻ്റെ ഷെഡ്യൂൾഡ് ഒഫൻസുകളുടെ ഉദ്ദേശം? അത് അന്തർദേശീയമായ ട്രീറ്റുകളിൽ ഇന്ത്യ ഒപ്പിട്ടതിന് ശേഷം എക്കണോമിക് ഒഫൻസുമായി ബന്ധപ്പെട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു നിയമമാണ്. ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ, പെർവ്യൂവിൽ വരേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഇൻ്റർവ്യൂ എല്ലാവരും ഒന്ന് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ തരത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായിരുന്നു എൻ്റെ നിയമപരമായ ഒബ്ജക്റ്റ്, നിയമം ഉണ്ടാക്കുമ്പോഴുള്ള ഒബ്ജക്റ്റ്. അതൊക്കെ മറികടന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ബിസിനസ്സുകാരെ മുഴുവനായും ലീഗലൈസ്ഡായി ലൂട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുമ്പോൾ പിറ്റേ ദിവസം പത്രസമ്മേളനവും കൂടി ഇനി ED നടത്താൻ ബാക്കിയുള്ളൂ. ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത് രാഷ്ട്രീയമാണ് എന്ന പ്രസക്തമായ വാദം ഉയരുന്നത്. അതിന്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട്, അത് കേസുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതിലെ കൺവിക്ഷൻ റേറ്റുമായി ബന്ധപ്പെട്ട ഒക്കെ പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോടതികൾ, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് അപ്പുറത്താണ് വിധി പറയുന്നത് എന്ന് അങ്ങ് അഭിഭാഷകൻ കൂടിയാണ്. അങ്ങനെ പറയാമോ? അത് സുപ്രീം കോടതി വിധി പറഞ്ഞാലും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത്തരത്തിലുള്ള ധാരാളം വിധികൾ ഇന്ത്യയുടെ പരമോന്നത കോടതികളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. വിധികളെ വിമർശിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല മധു. ഞാൻ പറയുന്നത് അത് സുപ്രീം കോടതി വിധികളിലെ പരാമർശങ്ങളെ കുറിച്ച് സംസാരിക്കാം. പക്ഷേ ആ കേസ് കോടതി കൈകാര്യം ചെയ്ത രീതി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പുറത്തേക്കാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടെങ്കിൽ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. പക്ഷെ നിലവിൽ ഒരൊറ്റ നിമിഷം, പക്ഷെ അപ്പോഴും അങ്ങ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അല്ലല്ല, നമ്മൾ ഈ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് വിഷയങ്ങളിൽ നിന്ന്. ശ്രീ അമീൻ, അതിലൊരു പ്രശ്നമുണ്ട്. 2 കോടതികളിൽ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMR 182 കോടിയുടെ കേസുമായി ബന്ധപ്പെട്ട് പോയി. അവിടെ നിന്ന് ഈ ED അന്വേഷണത്തിന് അനുവാദം തേടിയാണ് മുന്നോട്ട് പോയത്. അതിനിടയിലാണ് റെയ്ഡ് നടക്കുന്നത്. അന്വേഷണത്തിന് അനുമതി കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് റെയ്ഡ് നടക്കുന്നത്. കാരണം അടുത്ത സ്റ്റേ ആവശ്യം മുന്നോട്ട് പോകും എന്നറിയാവുന്നത് കൊണ്ടാണ് നടന്നത്. നിയമപരമായാണ് നടന്നത്. അല്ലല്ല, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, അതായത് കേരള ഹൈക്കോടതി ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടല്ല ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. കേരള ഹൈക്കോടതി സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ EDക്ക് എന്തും ചെയ്യാം എന്നതാണ് ഈ രാജ്യത്ത് ഇപ്പോഴത്തെ നിയമം. ഞാൻ അതിൽ അസ്വസ്ഥനാണ്. അതേസമയം ED EDക്ക് ഇതിൽ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് CMRൽ പറഞ്ഞത് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ എന്നത് മാത്രമല്ല, EDയുടെ അന്വേഷണ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശോധിച്ച ശേഷമാണ് കോടതി പറയുന്നത് മുന്നോട്ട് പോകാമെന്നത്. എപ്പോൾ അങ്ങ് പറയുന്നു കോടതി ഈ കേസിന് മെറിറ്റിലേക്ക് പോയിട്ടല്ല എന്നുള്ളത്. മെറിറ്റ് ഉന്നയിച്ചാണോ CMRൽ പോയത്? അല്ല, സമാനമായ രീതിയിൽ കോടതികൾ EDക്ക് അന്വേഷണത്തിന് അവസരം നൽകുകയും അവസാനം PMLA കോടതികൾ ആളുകളെ വെറുതെ വിടുകയും ചെയ്ത ക്ലോഷർ പ്രൈമ ഫേസിയ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ് PMLA കോടതി ക്ലോഷർ റിപ്പോർട്ടുകളുടെ മേൽ തീരുമാനം എടുത്ത ധാരാളം കേസുകളുണ്ട്. അങ്ങനെയല്ല വന്നു, അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടു കൂടി കേരളത്തിൽ ED അന്വേഷണത്തെ നോർമലൈസ് ചെയ്യുന്ന തരത്തിൽ, ഏത് ED അന്വേഷണത്തെ അധികാരമില്ലാത്തയിടത്ത് അന്വേഷിച്ചെത്തും. ഈ 2.78 കോടിയുടെ പ്രൊസീഡ്സാണ് ഈ 85 ലക്ഷം എന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കേസുണ്ട് പ്രൈമ ഫേസിയ എന്നൊരു കേസ് ED ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ടോ? ഇല്ല.
ഞാൻ പറയുന്നത് ഇ ഡിക്കെതിരായ ആക്രമണം നടക്കുന്നത് പോലെ തന്നെയും ഇതിന്റെ പ്രൊസീജിയറുകൾ പാലിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. ഒന്ന്. രണ്ട്, മധു, അതിന്റെ അക്കൗണ്ട് മെയിന്റനൻസുമായി ബന്ധപ്പെട്ടോ 85 ലക്ഷത്തിന്റെ എയ്ഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടോ നിൽക്കുന്നതല്ല 2.78 പ്രൊസീഡിംഗ്സ്. അത് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്കുള്ള അവരുടെ വരുമാനത്തിനപ്പുറത്തേക്കുള്ള അവർ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അവരുടെ വരുമാനത്തിൽ പെടുന്നതാണ്. വരുമാനത്തിനപ്പുറത്തേക്കുള്ള അവർക്ക് ധനസമാഹരണം ഉണ്ടായി എന്ന് പരാമർശിക്കുകയാണ് ചെയ്തത്. ഈ കേസുമായി വേണമെന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിൽസിന് അപ്പുറത്തേക്ക് അവർക്ക് സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ട് എന്ന് അന്വേഷണ മധ്യേ കണ്ടെത്തിയാൽ അത് പുറത്തു പറഞ്ഞുകൂടെ? ഞാൻ ഇ ഡി ന്യായീകരിക്കുകയല്ല, അത് പറയുന്നത് പക്ഷേ നിയമവിരുദ്ധമാണ്. ഈ കേസുമായി ബന്ധപ്പെടുത്തി എന്നാണ് അവിടെ നിന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെടുത്തി ഇ ഡി എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഞാൻ സമാധാനത്തിൽ ഒരു മറുപടി പറഞ്ഞോട്ടെ. അതായത് CMR-ലുമായി എക്സാലോജിക്കും CMR-ലുമായി ബന്ധപ്പെട്ട ഇടപാട് സംബന്ധിച്ചാണ് ECIR. അതാണ് ഇ ഡിയുടെ അന്വേഷണം. ആ അന്വേഷണത്തിനിടയ്ക്ക് മറ്റെന്തെങ്കിലും വിവരം കിട്ടിയാൽ അവർക്ക് നിയമപരമായി ചെയ്യാവുന്നത് നിയമപരമായി അത് നോട്ടിഫൈ ചെയ്യേണ്ട ഏജൻസികളെ അത് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാനും മാധുവും പോലുള്ള സംവിധാനമല്ലല്ലോ. മാധു തന്നെ നേരത്തെ പറഞ്ഞ കാര്യം അതാ, സംവിധാനമല്ലല്ലോ ഇ ഡി എന്ന് പറയുന്നത് എന്താ? റിസർവ് ബാങ്കിന് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി നടത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹയർ ഒഫീഷ്യൽസ് വഴി അത് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിയമപരമായ വഴികളെ അവർ സ്വീകരിക്കാവൂ. പ്രൊസീജിയറലി അവർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഇ ഡി ചെയ്യുന്നതിന് ഇത്ര ലാഘവത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നോക്കൂ, ഇ ഡിയെ ഇങ്ങനെ നോർമലൈസ് ചെയ്താൽ ഈ 182 കോടി രൂപയുടെ കഥ പറഞ്ഞു തന്നെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും വീട്ടിൽ ഇ ഡി കയറും. ഞാൻ പറയുന്നത് ലാലു പ്രസാദ് യാദവിനെ നിരായുധീകരിക്കാൻ കറപ്ഷൻ ഒരു പൊളിറ്റിക്കൽ ടൂളായി സംഘപരിവാർ ഉപയോഗിച്ചതാണ്. ലാലു അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഞാൻ അസ്വസ്ഥനല്ല ആ കാര്യത്തിൽ. അതിനേക്കാൾ പ്രധാനമാണ് ലാലു പ്രസാദ് യാദവ് ഉയർത്തിയ രാഷ്ട്രീയമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയോ? ഇല്ല. മറിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിലെ രാഷ്ട്രീയത്തെ, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, അവിടുത്തെ അധികാരത്തെ അട്ടിമറിക്കാൻ സംഘപരിവാറിന് സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് എന്ന അസ്വസ്ഥതയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇ ഡി പ്രൊസീജിയറലായിട്ടുള്ള അപകടങ്ങൾ ചെയ്യുന്നു. ഒന്ന്. രണ്ട്, കൊടകര. ഞാൻ അതാ പറഞ്ഞ്, കൊടകരയിൽ ഇ ഡിയുടെ ഫൈൻഡിങ് എന്താ? കോമൺ സെൻസിൽ എല്ലാവർക്കും അറിയാം കൊടകരയിൽ എന്താ സംഭവിച്ചത്. സംഘപരിവാരത്തിന്റെ ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട ഹവാല ഇടപാടാണെന്ന് കേരള പോലീസ് കണ്ടെത്തിയിട്ടുള്ള, കേരള പോലീസിന്റെ ഫൈൻഡിംഗ് ഉള്ള FIR ഉള്ള കേസാണ്. പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട്. ഇ ഡി എന്താ പറഞ്ഞത്? ഒരു പൊളിറ്റിക്കൽ അലയൻസും ഇല്ല എന്നാണ്. അത്തരം ഒരു ഇ ഡിയുടെ അന്വേഷണത്തെ ഇങ്ങനെ ഒലിപ്പിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത് കേരളത്തിലൊരു ന്യൂ നോർമലാണ്. അത് നോർമലൈസ് ചെയ്യുന്നത് കേരളത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. അത് കേവലം വീണയോ പിണറായി വിജയനെയോ മുഹമ്മദ് റിയാസിനെയോ CPIM-നെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന ഗൗരവമുള്ള രാഷ്ട്രീയത്തിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. ഇ ഡി വേറെ, വീണ വേറെ, അവരെന്താ ചെയ്തോട്ടെ എന്ന് പറയാവുന്ന തരത്തിൽ മാറി നിൽക്കാവുന്ന രാഷ്ട്രീയ സന്ദർഭമല്ല ഇത് എന്നാണ് ഞാൻ പറയുന്നത്. അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്താണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്നൊന്നില്ല. അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കാൻ പിന്നീട് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അഴിമതി വിമുക്തമായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഞാനും അങ്ങും ഈ പാനലിൽ ആരും തമ്മിൽ തർക്കമില്ല. അവരുടെ ചരിത്രവും അവരുടെ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വിശദീകരിക്കാൻ കഴിയണം എന്നിടത്താണ് പ്രശ്നം. അഴിമതി ചെയ്താലും വലിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തല കുറിച്ചു പോകും, അതിനൊപ്പം കൊടിയും കുനിഞ്ഞു പോകും എന്നതാണ് പ്രശ്നം. മറ്റു കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. Debate with Madhu Saji.